മോളെ മോളെ ഇവിടെ ഇറക്കട്ടെ? ആ ഉണ്ണിയേട്ടാ, അവളെ എവിടെ ഇറക്കിക്കോളൂ. അവള് വന്നോളൂ കേട്ടോ. ഇറങ്ങിക്കോളൂ മോളെ, സൂക്ഷിച്ചിറങ്ങ് കേട്ടോ. പപ്പ ദേ ചായ. മോക്ക് ഇപ്പൊ സ്കൂളിൽ ഇപ്പം വലിയ ഉത്സാഹമാണല്ലോ. ആ യൂത്ത് ഫെസ്റ്റിവൽ അല്ലേ, ഡാൻസിനും പാട്ടിനും ഒക്കെ ചേർന്നിട്ടുണ്ട്. ഈ ഡാൻസും പാട്ട് നടന്നിട്ടേ മാർക്ക് കുറയരുത്. അല്ല, ഉണ്ണിയേട്ടൻ അവളെ ഇറക്കി വിട്ടു എന്ന് പറഞ്ഞ് കുറച്ച് നേരമായല്ലോ, ഇനിയും കാണാനില്ല. ഞാനൊന്ന് ചെന്ന് നോക്കട്ടെ. അയ്യോ, എന്താ മോളെ? ബാലേട്ടാ, ഏഞ്ചൽ മോളെ കണ്ടോ? കണ്ടില്ലല്ലോ മോളെ. ഗീതേച്ചി, ഏഞ്ചൽ മോളെ കണ്ടോ? പപ്പ, മോളെ കാണാനില്ല. അങ്ങനെ വരെ വഴിയില്ല മോളെ. ഇല്ല പപ്പ, ഞാൻ എല്ലാവരെയും നോക്കി. നീ നോക്ക്, അവിടെ എവിടെയെങ്കിലും കാണും. ഇല്ല പപ്പ, ആരെങ്കിലും വിളിക്ക്, പോലീസ് സ്റ്റേഷനിലോ മറ്റേ വിളിക്ക്. ഹലോ ഹലോ, SP ഓഫീസർ. ഇവിടെ നിങ്ങൾ മാത്രമാണോ? കുട്ടിയുടെ അച്ഛൻ വിദേശത്താണ്, ഇവിടെ ഇവർ മാത്രമായതുകൊണ്ട് ഞാനിവിടെയാണ്. പിന്നെ ഉണ്ണിന്ന് പറഞ്ഞൊരു ഓട്ടോ ഡ്രൈവറാ കുട്ടിയെ സ്ഥിരമായി സ്കൂളിൽ കൊണ്ടുപോകുന്നതും കൊണ്ടാക്കുന്നത്. ഈ ഉണ്ണി എത്ര വർഷമായിട്ട് അറിയാം? ഒരു 2 വർഷമേ അറിയാം. ഇന്ന് വരെ ഒരു കുഴപ്പം വന്നിട്ടില്ല. അപരിചിതമായ വല്ല ഫോൺ കോളോ ഭീഷണിയോ അങ്ങനെ വല്ലതും ഉണ്ടായിട്ടുണ്ടോ? ഇല്ല സാർ, ഞങ്ങൾക്ക് അങ്ങനെ ശത്രുക്കളായി ആരും തോന്നിയിട്ടില്ല. മക്കളുടെ സ്വഭാവത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുള്ളതായി തോന്നിയിട്ടുണ്ടോ? അങ്ങനെയൊന്നും തോന്നിയിട്ടില്ല. എപ്പോഴും ചിരിച്ചു കളിച്ച് നടക്കുന്ന കുട്ടിയാണ്. സ്കൂളിൽ നിന്ന് എന്തെങ്കിലും മോശം അനുഭവം മോള് പറഞ്ഞിട്ടുണ്ടോ? ഇല്ല സർ, സ്കൂളിൽ അവളെ എല്ലാവർക്കും ഒത്തിരി ഇഷ്ടമാണ്. നിങ്ങൾ വിഷമിക്കാതിരിക്കൂ. രാധാകൃഷ്ണൻ സാറെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഞങ്ങൾ വിശദമായിട്ട് അന്വേഷിക്കുന്നുണ്ട്. ആ സാധുന്നല്ലോ. കാര്യങ്ങളൊക്കെ അവരോട് പറഞ്ഞില്ലേ? മോൾക്കൊന്നും സംഭവിക്കില്ല കേട്ടോ. നമുക്ക് നേരെ വിളിക്കുന്നതിന് മോളെ കണ്ടെത്താം. ഓക്കെ, പേടിക്കണ്ട കേട്ടോ. രേഷ, ഒരു മിനിറ്റ്. സാർ, ഇതും കൂടി ചേർത്ത് 4ാമത്തെ കുട്ടിയാണ് മിസ്സാകുന്നത്. കഴിഞ്ഞ 3 കുട്ടികളുടെ രീതിയിൽ ഒരു മാറ്റമില്ലാതെയാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. വളരെ മൃഗീയമായ രീതിയിലാണ് ഈ കൊലപാതകങ്ങളൊക്കെ നടന്നിട്ടുള്ളത്. ശരിയാണ് സാർ. ഇതെല്ലാം 6 വയസ്സിന് താഴെയുള്ള കുട്ടികളാണ്. ഒരു ദൈവം കാരുണ്യമില്ലാതെയാണ് ഈ ക്രൂരതയെല്ലാം ചെയ്തിരിക്കുന്നത്. യെസ്, മരണം കഴിഞ്ഞിട്ട് പോലും സെക്ഷുവലായിട്ട് യൂസ് ചെയ്തിരിക്കുന്നു. ഈ പിഞ്ചു കുഞ്ഞുങ്ങളെ പോലും വെറുതെ വിട്ടിട്ടില്ല. ഇവരെയൊക്കെ ഇങ്ങനെ ചെയ്യുക എന്ന് വെച്ചാൽ അവൻ പക്ക ക്രിമിനലായിരിക്കും. ശരിയാണ്. കുട്ടികളുടെ മാംസത്തിന് പോലും ആർത്തി കാണിക്കുന്ന മനുഷ്യമൃഗം. ഈ 4 കുട്ടികളുടെ മിസ്സിംഗ് ഒരു 20-25 കിലോമീറ്റർ ചുറ്റളവിലാണ് നടന്നിരിക്കുന്നത്. മിസ്സിംഗ് ആയ ഒരു മാസം, അതിനുള്ളിൽ ബോഡി കിട്ടും. ഒരാഴ്ചക്കകം അടുത്ത മിസ്സിംഗ്. ഒന്നും സംഭവിക്കില്ല. എന്ത് വില കൊടുത്തും എത്ര കഷ്ടപ്പെട്ടാണെങ്കിലും അവരെയൊക്കെ പിടിക്കണം. ഇപ്പോൾ മിസ്സിംഗ് ആയ മോളെയെങ്കിലും നമുക്ക് ഒരു പരിക്കും കൂടാതെ കണ്ടെത്തണം. എന്തായാലും നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിച്ച് അപ്പം എന്നെ വിവരറിയിക്കേ. യെസ് സർ.
സൈമൻ ചേട്ടാ, എന്തായി കാര്യങ്ങൾ? അവരന്വേഷിക്കുന്നുണ്ട്. 3 ദിവസമായി കുട്ടിയെ കാണാതായിട്ട്. ഓർത്തിട്ട് ഒരു സമാധാനവുമില്ല. അത് കുഴപ്പമില്ല. അത് കുഴപ്പമില്ല. ഇതെവിടുന്ന് പുതിയ ഗോഷ്ടിയൊക്കെ? പുതിയത് പഠിച്ചിട്ട് വരിക അല്ലേ? പേടിക്കണ്ട, നമ്മുടെ ആൾക്കാർ അന്വേഷിക്കുന്നുണ്ട്. വണ്ടി എടുക്ക് പാപ്പ, വണ്ടി എടുക്ക് പാപ്പ. ഇതില് എന്താ മോളെ, എന്താ കാര്യം? പപ്പ, എന്റെ മോള് അവള് പറയും പോലെ അവിടെ അവൻ. പപ്പ, എനിക്ക് എന്തൊക്കെയോ സംശയം. വണ്ടി വിടും പപ്പ. പപ്പ, വണ്ടി നിർത്ത് പപ്പ. ദേ പപ്പ. മോളെ നിക്ക് മോളെ. മോളെ ദേ പപ്പ, പറയണ കേക്ക്. വണ്ടി. എന്താ എന്റെ മോളെ മോള് പറ്റിയത്? ഇവിടെ ഉണ്ട് പപ്പ. മോളെ മോള് ഇവിടെ ഉണ്ട്. മോളെ നിന്റെ തോന്നലായിരിക്കും. പപ്പ, ദേ പപ്പ വണ്ടി. മോളെ എന്റെ മോള് ഇവിടെ ഉണ്ട്. മോളെ എല്ലാം നിന്റെ തോന്നല മോളെ. അല്ല പപ്പ, എന്റെ മനസ്സമാധാനത്തിന് മോളെ, ഇങ്ങോട്ട് പറയണ വാ. കേക്ക്. നോക്കാം, വാ പപ്പ, നോക്കാം. As the Lord was opening so restlessly hold of a whole lives, that the sun was lost its home in the wake of those echoes, the whole God വേണ്ടല്ലേ മോളെ. മോളെ അതടാ നിന്റെ കളിക്കൂട്ടുകാരൻ കാർലോസിന്റെ മകൻ. ഇപ്പൊ മനസ്സിലായടാ. മോളെ ആ
അമ്മ വേണ്ട, ഇത്ര നമ്മളല്ലേ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളല്ലേ കൂട്ടുകാര്, പിന്നെന്തിനമ്മ? നമ്മള് മതി, ഞാൻ മതി. നീ നല്ല കുട്ടിയല്ലേ, ക്യൂട്ട് ബേബി, സുന്ദരിയാവേ. നമുക്ക് കളിക്കണം, ആന കളിക്കണം, എന്തൊക്കെ കളിക്കണം. അമ്മ വേണ്ടാട്ടാ, ഞാൻ മതി. ഓക്കെ, ദും 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 ദും. ചിരിച്ചേ. കരയണ്ടാ, അങ്ങളുണ്ട്, പേടിക്കണ്ട. അങ്ങളുണ്ട് കേട്ടോ. കരയണ്ട, അങ്ങളുണ്ട്, അങ്ങളുണ്ട്. ഇതല്ല അമ്മ, കരയണ്ട. അവിടൊക്കെ കരയല്ലേ, കരയല്ലേ, കരയല്ലേ. ഇവിടെ ഇരിക്കും. ഇതല്ല അമ്മ. അമ്മ അമ്മയുടെ അമ്മ ഉറങ്ങി. അങ്ങളുണ്ടേ, അങ്ങൾ മതിയേ. അങ്ങളുണ്ടേ, 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 അങ്ങൾ മതി. അമ്മ വേണ്ട. എന്തോടെ പട്ടി എന്റെ കുട്ടി ചെയ്യണേ? അപ്പൊ മോളെ നോക്ക്, മോളെ മോളെ. എനിക്ക് മോളെ ഞാൻ വരുന്ന സമയത്ത് നിന്നോട് ഇവിടെ ഇരിക്കരുത് പറഞ്ഞില്ല. എഴുതി പോടാ. ഇനി നിന്നിവിടെ കണ്ട നിന്റെ കാര്യം തല്ലി ഓടിക്കണം പന്നി. നിന്നോട് ഞാൻ പറഞ്ഞ ചോറിന് മുമ്പിലേക്ക് വരരുത്. അപ്പ അടിക്കല്ല അപ്പ. നീ കൂട്ടു നിൽക്കണം. നിന്നെ രണ്ടിനും ഞാൻ ശരിക്ക് തരാം. അടിക്കല്ല അപ്പ. അപ്പ അപ്പ മതി അപ്പ. അപ്പ അടിക്കല്ല അപ്പ. അടിക്കല്ല അപ്പ. അപ്പ അടിക്കല്ല അപ്പ. അപ്പ അപ്പ
പപ്പാ. കെട്ടറ കൈ. അനങ്ങാതെ നിൽക്കടാ. വലിച്ചു കിടടാ. കൊടുക്ക്. എന്തിനാ നീ ഇത് ചെയ്തേ? നിനക്ക് എന്ത് വേണമെന്ന് തരാമല്ലോ. പണമോ ആഭരണമോ സ്വത്തുക്കളോ? അതിന് പകരം നീ എന്തൊക്കെ തന്നാലും എന്റെ മഹാലായ്ക്ക് പകരാവോളാ. അവളെന്റെ മഹാലാകയാടാ. എന്റെ മകളെ കൊന്ന ഇവൻ നരകിച്ച് ചാവണം. നീ ഇനി ജീവനോട് വേണ്ട. ഇവൻ നരകിച്ച് ഇല്ലാണ്ടാവണം പപ്പ. നിന്റെ അച്ഛനും ഞാനും ഒരേ പായിൽ ഉണ്ടുറങ്ങി കഴിഞ്ഞവരാ. അങ്ങനെയുള്ള നിനക്ക് എന്റെ മോളെ തന്നെ വേണം. വേണ്ട പപ്പ. എന്റെ മോളോട് ഈ ക്രൂരത ചെയ്ത ഈ മനുഷ്യമൃഗത്തിനെ ഇങ്ങനെ കൊല്ലരുത്. ഇവനെ പച്ചയ്ക്ക് മണ്ണിട്ട് മൂട് പപ്പ.